വിത്ത് ലവ് മദൻ രചനയും സംവിധാനം നിർവഹിച്ച് അഭിഷൻ ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ തമിഴ് റൊമാൻറ്റിക് കോമഡി മൂവിയെ കുറിച്ചാണ് ഇന്ന്. ഇതിലെ നായകൻ സത്യ കുറെ നാളായിട്ട് കല്യാണം നോക്കുന്നുണ്ട്. ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം അവനൊരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ഒരു ഡേറ്റ് എന്ന് പറയാം. അവര് മീറ്റ് ചെയ്തപ്പോഴാണ് അവരുടെ പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ, പഴയ പ്രണയങ്ങളൊക്കെ കൊണ്ട് അവർ തന്നെ കണക്റ്റഡ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് വിത്ത് ലവ് പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു നല്ല പടമാണ്. സിമ്പിൾ, ക്യൂട്ട്, കമ്മിങ് ഓഫ് ഏജ് ടൈപ്പ് സിനിമ എന്ന് പറയാം. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെ നായകനും നായികയും കൂടെ എടുക്കുന്ന ഒരു മെയിൻ തീരുമാനമുണ്ട്. അത് വളരെ സിനിമാറ്റിക് ആയിട്ട് പോയെങ്കിലും അതിന്റെ പരിണിത ഫലം നൈസായിരുന്നു. ടീനേജ് കാല അനുഭവങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സ്റ്റോറിയുടെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ പോസിറ്റീവ് ആണ്. മിക്കവർക്കും ഉണ്ടാവും +2-ലും 10ാം ക്ലാസ്സിലും ഒക്കെ ഒരു ടീനേജ് പ്രണയം, ചില വൺ സൈഡ് പറയാതെ പോയ പ്രണയങ്ങൾ, പറയാൻ പേടിച്ചു പോയവ, പറഞ്ഞിട്ട് റിജക്റ്റ് ആയി പോയത്, പറഞ്ഞ് പ്രണയം സെറ്റായിട്ട് പിന്നെയും ബ്രേക്കപ്പ് ആയി പോയത്, അങ്ങനെ പല ടൈപ്പ് പ്രണയങ്ങൾ ഓർക്കാനുണ്ടാവും. അത്തരത്തിൽ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പഴയ കാലത്തിലേക്കുള്ള ഒരു പോക്കാണ് ഈ പടം എന്ന് പറയാം. ഇപ്പൊ ഓർക്കുമ്പോൾ പലപ്പോഴും തമാശയായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു സുഖകരമായിട്ടുള്ള ഓർമ്മയായിട്ടൊക്കെ തോന്നുന്ന കാര്യങ്ങൾ, അതെല്ലാം ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളിലൂടെ നമ്മളും അനുഭവിച്ചറിയുന്നുണ്ട്. അത് ഈ സിനിമയുടെ പോസിറ്റീവാണ്. ഈ ഫ്ലെയിം വെട്ട് പരിപാടിയൊക്കെ ചെയ്യാത്ത ആൾക്കാർ തന്നെ ഉണ്ടാവുകയല്ല. സോ ലോക്കൽ ഈസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന പോലെ തമിഴ്നാട്ടിലെ +2 ആയാലും കേരളത്തിൽ +2 ചെയ്തവരായാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ചെയ്ത ആൾക്കാർക്കും ഇതിലെ പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള കുറെ നിമിഷങ്ങൾ തരുന്ന ഒരു സിനിമ കൂടിയാണ്. സ്ക്രിപ്റ്റിലെ പല കാര്യങ്ങളിലും ഒരു ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലീഷയായി പോകാവുന്ന പല രംഗങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചില ഫണ്ണി മൊമെന്റ്സ് ഒക്കെ അപ്പൊ കൊണ്ടുവന്ന് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് പടത്തിന് സാധിക്കുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, അതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഒപ്പം നല്ല മ്യൂസിക്, നല്ല പ്രകടനങ്ങൾ എല്ലാം പടത്തിന്റെ പോസിറ്റീവ് ആണ്. ഈ ഒരേ സമയം 2 വേർഷൻസ് ഒരൊറ്റ ഷോട്ടിൽ ഷൂട്ട് ചെയ്ത് കണ്ടപ്പോൾ ക്ലാസ്മേറ്റ്സ് എനിക്ക് ഓർമ്മ വന്നു. കഴിഞ്ഞ വർഷം ടൂറിസ്റ്റ് ഫാമിലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അത് സംവിധാനം ചെയ്ത അഭിഷൻ ജീവന്ത്. ആ പടത്തിൽ പുള്ളി ഒരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ വെച്ചിട്ട് ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ആ പയ്യന്റെ കഥാപാത്രം അതിൽ കിടുവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് അന്ന് തന്നെ തോന്നിയിരുന്നു. അദ്ദേഹം ആദ്യമായി നായകനായിട്ട് വന്ന പടമാണിത്. ഇതിലെ സത്യമായിട്ട് അഭിഷൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രകടനമായിരുന്നു. കോമഡി ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഡാൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ലുക്കും കഥാപാത്രവും പ്രകടനവും ഒക്കെ ആയിരുന്നു. കമ്മിങ് ഓഫ് ഏജ് ടൈപ്പ് സ്റ്റോറിയും കഥാപാത്രവും ആയതുകൊണ്ട് തന്നെ പലതരം ഇമോഷൻസ് അവതരിപ്പിച്ച് ഫലിപ്പിക്കേണ്ടതുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ സാധാരണ വേറെ ഏതെങ്കിലും ഒക്കെ നടന്മാരാണെങ്കിൽ ഭയങ്കര മാസ് അല്ലെങ്കിൽ കോക്കി ആയിട്ടുള്ള രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. ഇത് ആ ടൈപ്പ് അല്ല. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാമായിരുന്നു. മെൻ ആർ സിമ്പിൾ എന്നൊക്കെ പറയാറില്ലേ, അതുപോലുള്ള ഒരു ക്യാരക്ടർ. നായകനൊപ്പമോ മേലെയോ പ്രാധാന്യമുള്ള, നായകൻ കടന്നു പോകുന്ന അതേ സന്ദർഭങ്ങളിലൂടെയൊക്കെ ഏകദേശം കടന്നുപോയ ഇതിലെ നായിക മോനിഷയായിട്ട് വരുന്നത് അനശ്വരയാണ്. കിടു പെർഫോമൻസ് ആയിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ്, അതേസമയം ഫണ്ണിയുമാണ്. മലയാളത്തിലെ പോലെ തന്നെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിലും അനശ്വരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കോമഡി ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത് നടിമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാം. പലരും വിജയിക്കാറില്ല. അനശ്വര അത് നല്ല കൂളായിട്ട് തന്നെ ചെയ്യാൻ കഴിവുള്ള നടിയാണ്. മലയാളത്തിൽ അത് തെളിയിച്ചിട്ടുമുണ്ട്. തമിഴിലും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. സ്കൂൾ പോർഷൻസിൽ ചിലത് കണ്ടപ്പോൾ സൂപ്പർ ശരണ്യൊക്കെ ഓർമ്മിപ്പിച്ചുവെങ്കിലും തമിഴർക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും. സ്വന്തം ശബ്ദത്തിലാണ് ഡബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും പോസിറ്റീവാണ്. പിന്നെ അഭിഷൻ ജീവന്തും അനശ്വരയും തമ്മിലുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കും തോന്നും ഇതുപോലെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ണർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. അനീഷ എന്ന ക്യാരക്ടറായിട്ട് വന്ന കാവ്യ അനിലും നൈസായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അഭിഷനും കാവ്യയും കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യുന്ന പോർഷൻ പടത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീനാണെന്ന് ഞാൻ പറയും. ബാലാജി ആയിട്ട് വന്ന സച്ചിൻ നാച്ചിപ്പനും കൊള്ളാമായിരുന്നു. അതുപോലെ നായകന്റെ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ദ്രോഗി ആയി മാറുന്ന ഹരീഷ് കുമാറും പൊളിയാണ്. ഈ ഹരീഷ് കൂളായിട്ട് ക്ലാസ്സിൽ അടിമേടിക്കുന്നുണ്ടപ്പോ അതേപോലെ ഒരു പയ്യൻ എന്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അത് ഓർമ്മ വന്നു. ഒരു ചേച്ചി റോളി പടത്തിലുണ്ട്. ചേർത്ത് വെച്ചതൊക്കെ അവരാണെങ്കിലും എല്ലാം ആ മോനിഷ കാരണം അവൾ എന്നെ പെരിയവളാ, അങ്ങനെ ഒരു ഡയലോഗ് വരുന്നുണ്ട്. മിക്ക ചേച്ചിമാരും അങ്ങനെയാണ്. പിന്നെ ഒരു ക്യാമിയോ ഉള്ളത് സർപ്രൈസ് ആയിരുന്നുവെങ്കിലും അത്ര ഇഫക്റ്റീവ് ആയിട്ടോ ആവശ്യമുള്ളതായിട്ടോ എനിക്ക് തോന്നിയില്ല. ശ്രേയസ് കൃഷ്ണയുടെ ക്യാമറയും സുരേഷ് കുമാറിന്റെ എഡിറ്റിംഗും കൊള്ളാം. പടത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ മ്യൂസിക് ആണെന്ന് പറയാം. ഷോൺ റോളറാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. പഴയ പുള്ളിയുടെ പാട്ടുകളുടെ അത്രയും ഇല്ലെങ്കിലും ഇതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാമായിരുന്നു. അവൾ വരുവാള എന്ന പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതും നൈസായിരുന്നു. ഇനി വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയാണെന്നുള്ളതാണ് ഈ പടത്തിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാം. എന്റെയൊക്കെ ടീനേജിൽ ഞാൻ ഒരുപാട് ഹിന്ദി ലവ് സ്റ്റോറീസ് ഒക്കെ കാണുമായിരുന്നു. ഇപ്പോ ഹം ദിൽ ദേ ചുക്കെ സനം, ചൽത്തെ ചൽത്തെ, മുത്സെ ദോസ്തി കരോഗെ, ഹം തും, പിന്നെ തമിഴിൽ ഉള്ളം കേൾക്കുമേ, മിന്നലെ, കുറെ കഴിഞ്ഞപ്പോ കല്ലൂരി. സോ അങ്ങനെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള
ആൾക്കാർക്ക് ഈ പടത്തിന്റെ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സിമ്പിൾ ആയിട്ട് ഊഹിക്കാവുന്നേ ഉള്ളൂ. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ പടം ക്ലീശ പരിപാടികളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അപ്പോൾ ചില തമാശയൊക്കെ കൊണ്ടുവന്ന് രസകരമായ രീതിയിൽ പടം കൊണ്ട് നിർത്തിയത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ പുതുമയോ അല്ലെങ്കിൽ ഹൈ മൊമെന്റ്സോ ഒന്നും പടം തരുന്നുമില്ല. മൊത്തത്തിൽ ഒരു നല്ല റൊമാൻറ്റിക് കോമഡി പടമാണ് വിത്ത് ലവ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പടം കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. ഒരു സ്വീറ്റ് വാച്ച് എന്ന് പറയാം. സിനിമ നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.